നമസ്കാരം. കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയെ നടന്നു വരുന്ന വഴിയിൽ തടഞ്ഞ TV ചാനൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത പോലീസ്. റിപ്പോർട്ടർ, മീഡിയ വൺ, മനോരമ ചാനലുകളിലെ റിപ്പോർട്ടർമാർക്കെതിരെയും ക്യാമറാമാൻമാർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് എന്നതാണ് വിവരം. കേന്ദ്രമന്ത്രിയെ വാഹനത്തിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞുവെന്നും സുരക്ഷാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി തള്ളി മാറ്റിയെന്നുമാണ് FIR-ൽ പറഞ്ഞിട്ടുള്ളത്. 3 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഇതിൽ 2 എണ്ണം ജാമ്യമില്ലാ വകുപ്പുകളാണ്. രാമനിലയം ഗസ്റ്റ് ഹൌസിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബുധനാഴ്ച കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി പരാതി നൽകുന്നതും അതിൽ പോലീസ് നടപടിയെടുക്കുന്നതും. നാളെ അനിൽ അക്കരയുടെ മൊഴി രേഖപ്പെടുത്തും. മാധ്യമ പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് നീക്കം നടക്കുന്നുണ്ട് എന്നാണ് സൂചന. മൊഴി രേഖപ്പെടുത്തിയ ശേഷം നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനമുണ്ടാകുക. അതേസമയം ഈ സംഭവത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്ന് ഉയരുമ്പോഴും ഇതിനിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി മുൻ ഇടത് MLA കാരാട്ട് റസാഖ് രംഗത്തെത്തിയത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പിന്തുണയ്ക്കലായിരുന്നു ഇത്. മാധ്യമ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് കാരാട്ട് റസാഖ് ഫേസ്ബുക്കിൽ കുറിച്ചു. സുരേഷ് ഗോപിക്ക് ബിഗ് സല്യൂട്ട് എന്നാണ് കാരാട്ടിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. എല്ലാറ്റിന്റെയും അന്തിമ വിധികർത്താക്കൾ തങ്ങളാണെന്ന മാധ്യമ പ്രവർത്തകരുടെ നിലപാട് അംഗീകരിക്കാനാകില്ല എന്നും അതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ രാമനിലയത്തിൽ വെച്ച് പീഡന കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള മുകേഷ് MLA ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ അദ്ദേഹം രാജിവെക്കേണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് സുരേഷ് ഗോപിയോട് മാർഗ തടസ്സമുണ്ടാക്കിക്കൊണ്ട് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ചു വന്നതാണ്. ഇത് വിവാദമാകുകയും പിന്നീട് സുരേഷ് ഗോപി പോലീസിൽ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും സുരേഷ് ഗോപി ശക്തമായിട്ടുള്ള നടപടി തന്നെയാണ് കൈക്കൊള്ളുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു തെറ്റുമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത് കുറച്ച് അതിര് കടന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതൊരു സംശയം തന്നെയാണ്. കാരണം നമ്മളൊക്കെ ആ വീഡിയോ കണ്ടതാണ്. സുരേഷ് ഗോപിയെ ആ മാധ്യമ പ്രവർത്തകരുടെ മൈക്കൊക്കെ പിടിച്ച് തള്ളുന്നത്. അത് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നുള്ള ചെറിയ രീതിയിലുള്ള തെറ്റ് തന്നെയാണ്, പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ അതേ സ്ഥാനത്ത് ഈ മാധ്യമ പ്രവർത്തകരും ചെയ്തിരിക്കുന്നത് വലിയ തെറ്റാണ്. കാരണം എന്ന് പറയുന്നത് സഹമന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്, ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്ന് കരുതി, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് കരുതി അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഇടിച്ചു കയറി അദ്ദേഹത്തെ നാം ആ വീഡിയോയിൽ കാണുന്നുണ്ട്. വാഹനം കയറുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു മാധ്യമ പ്രവർത്തകർ അവിടെ നിന്നത്. അപ്പോൾ ഇരുകൂട്ടരുടെയും ഭാഗത്ത് തെറ്റുള്ള ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. പല മാധ്യമങ്ങളും സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. ഞാനും ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപി ചെയ്തത് നല്ല കാര്യമാണ് എന്ന് പറയുന്നില്ല. കാരണം നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ രീതികൾ അത് കുറച്ച് അതിര് കടന്നിട്ടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും ഈ ഒരു വിഷയം ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ ഒരു വലിയ ഒരു ലോബി തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം സുരേഷ് ഗോപിയെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കേരളത്തിലെ BJP സംഘടനയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എരുതിരി ഒഴിച്ചു കൊടുക്കലൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുവരെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ BJP പ്രവർത്തകരെ ആരും ഡിബേറ്റിനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും വിളിച്ചിരുന്നില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് മാത്രം പല BJP പ്രവർത്തകരെയും പല ചർച്ചകളിലേക്കും ക്ഷണിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, സുരേഷ് ഗോപിയെ പൊങ്കാലയിടാൻ ഒരു BJP പ്രവർത്തകനെ ഉണ്ടായാൽ നന്ന് എന്നത് തന്നെയാണ്. അതായത് ചാനലുകൾക്ക് ഒരു റീച്ച് കിട്ടാൻ ഏറ്റവും വലിയ കാരണമായി അത് മാറിയേക്കും. അതിനുവേണ്ടിയാണ് സുരേഷ് ഗോപിയെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. എന്തായാലും മാധ്യമ പ്രവർത്തകർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം എന്തായാലും മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു 4ാം നെടുന്തൂൺ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ ആരുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ ഇടിച്ചു കയറി ചെന്നായിരിക്കരുത് നമ്മളൊരു ജനാധിപത്യ രീതി സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു വിഷയത്തിൽ വിവിധ മാധ്യമ പ്രവർത്തകർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള കേസും അന്വേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സുരേഷ് ഗോപി ഈ ചാനലുകൾക്ക് പൂട്ടിടുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം.